السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സൂറത്തുൽ കഹഫിന്റെ 10-ാമത്തെ വചനത്തിൽ ഗുഹയിൽ അഭയം തേടിയ വിശ്വാസികളായ ചെറുപ്പക്കാരുടെ ഏറെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന, മനഃപ്പാഠമുണ്ടായേക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിന റശദ. റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിന റശദ. അവര് ഗുഹയിൽ അഭയം പ്രാപിച്ചത് എന്തിനാണ് എന്ന് നമ്മൾക്കറിയാം. അവരുടെ സമൂഹം, അവര് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാട് ഒരു നിലക്കും വിശ്വാസത്തെ മുറുകെ പിടിച്ച് അതനുസരിച്ച് ജീവിക്കാൻ അവരെ അനുവദിക്കില്ല എന്ന് ഉറപ്പായപ്പം അവരവരുടെ വിശ്വാസവും കൊണ്ട് ഓടിയതാണ്. അവരുടെ വിശ്വാസത്തെ, അവരുടെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി പോയതാണ്. അവര് അങ്ങനെ എത്തിപ്പെടുന്നത് ഒരു ഗുഹയിലാണ്. അഭയം തേടുന്നത് ഒരു ഗുഹയിലാണ്. പുറത്തേക്കിറങ്ങിയാൽ പുറത്തുള്ള ആളുകൾ തങ്ങളെ നിർബന്ധിച്ച് കുഫറിലെത്തിക്കും എന്ന്, നിഷേധത്തിലെത്തിക്കും എന്നുള്ളത് അവർക്കറിയാം. അതവര് ഉറങ്ങി എഴുന്നേറ്റ സമയത്ത്, അവർക്ക് ആവശ്യമായ സാധനം വാങ്ങാൻ വേണ്ടി ആളെ പുറത്തേക്ക് വിടുന്ന സമയത്ത് നടത്തുന്ന സംസാരത്തിൽ നിന്നൊക്കെ അത് വ്യക്തമാണ്. എത്രത്തോളം അവർക്ക് ദീനനുസരിച്ച് ജീവിക്കുക എന്നത് സാധ്യമല്ലാത്തതായിരുന്നു ആ നാട്ടിൽ എന്ന് അവിടെ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവര് ഗുഹയിൽ അഭയം തേടിയിട്ടുള്ളത്. ഗുഹയിൽ കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗുഹയിലേക്ക് അവർ അഭയം തേടിയ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. റബ്ബന എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ. അത് പ്രത്യേകിച്ച് ഇത്തരം ഘട്ടങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന, നമ്മുടെ റബ്ബിന്റെ സംരക്ഷണവും സഹായവും നമ്മൾക്ക് വേണ്ട ഘട്ടങ്ങളിൽ നമ്മളുടെ ഒരു വല്ലാത്ത അടുപ്പത്തിൽ നിന്നുള്ള വിളിയാണത്. ശരിക്ക് വല്ലാത്തൊരു അടുപ്പത്തിൽ നിന്നുള്ള വിളിയാണ് ഞങ്ങളുടെ റബ്ബേ എന്നുള്ളത്. ഞങ്ങളുടെ റബ്ബേ, റബ്ബന. എന്നിട്ട് ആവശ്യപ്പെടുന്നത് ഇതാണ്: ആത്തി നാ. ആത്ത എന്നതിന്റെ കൽപ്പനക്രിയയാണ് ആത്തി. ആത്ത എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ്. ആത്തി, നീ നൽക്. ന, ഞങ്ങൾക്ക്. ഇതേ പ്രയോഗം നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന മറ്റ് പ്രാർത്ഥനയിലുമുണ്ട്. ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന. എന്താണ് നൽകേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് എവിടുന്നാണ് അത് കിട്ടേണ്ടത് എന്ന് പറയുന്നത്. മിൻ ലദുൻക. മിൻ ലദുൻക എന്ന് പറഞ്ഞാൽ നിന്റെ അടുത്ത് നിന്ന്, നിന്റെ അടുക്കൽ നിന്ന്. നിന്റെ അടുക്കൽ നിന്നുള്ള എന്തിനെയാ നൽകേണ്ടത്? റഹ്മത്തൻ, കാരുണ്യത്തെ ഞങ്ങൾക്ക് നീ നൽകണമേന. റബ്ബന ആതിന മിൻ ലദുൻക റഹ്മത്തൻ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ആതിന, ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ ലദുൻക, നിന്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്തൻ, കാരുണ്യത്തെ. രണ്ടാമത് പറയുന്നത് വഹയ്യ ലന. ഹയ്യ എന്ന് പറഞ്ഞാൽ ഒരുക്കി തന്നു, അല്ലെങ്കിൽ തയ്യാറാക്കി തന്നു എന്നൊക്കെയാണ് അതിനർത്ഥം. ഞങ്ങൾക്ക് നീ ഒരുക്കി തരണമെന്ന. ഹയ്യ, നീ ഒരുക്കി തരണമേ. ലന, ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് എന്തിനെയാ ഒരുക്കി തരേണ്ടത്? മിൻ അംറിന റഷദൻ. മിൻ അംറിന, ഞങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ നിന്നും, ഞങ്ങളുടെ അമ്രിൽ നിന്നും, ഞങ്ങളുടെ കാര്യത്തിൽ നിന്നും എന്തിനെയാ ഒരുക്കി തരേണ്ടത്? റഷദൻ. റഷദിനെ, റഷിദ എന്നതിന്റെ മസ്ദറാണത്. നിർമാർഗം
സിദ്ധിച്ചു. ഇഹ്തദ എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് അതിന് വരിക. മറ്റർത്ഥവും വരും അതിന്. ആ, ബലഗ സിന്നർ റുഷ്ദ്, പക്വതെത്തുക, അതിൻ്റെ ഒരു പ്രായമെത്തുക എന്നതും അതിൻ്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്. ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ തെറ്റല്ലാത്ത ഒരു തീരുമാനവും ശരിയായ ഒരു മാർഗവും ഒക്കെ നീ നൽകണമേ എന്നാണ് അതിൻ്റെ ഉത്തരം. റഷദ് നൽകണമേ എന്നാൽ, റഷദ് ഞങ്ങൾക്ക് നീ ഒരുക്കി തരണമേന. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകാതിരിക്കാൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായി പോകാതിരിക്കാൻ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവല് ആ വിഷയത്തിൽ നമ്മൾക്ക് വേണം. അതുകൊണ്ടാണ് ഈ ആളുകൾ ഈ ഘട്ടത്തിൽ അവർ സമൂഹത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാ. പടച്ചവന്റെ പ്രത്യേകമായ സംരക്ഷണം അവർക്ക് ആവശ്യമാണ്. എല്ലാത്തിലും അവരുടെ നിലനിൽപ്പിലടക്കം, അവരുടെ ഭക്ഷണത്തിലടക്കം, അവരുടെ സംരക്ഷണയടക്കം, ശാരീരികമായ സംരക്ഷണം അടക്കം അവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ആവശ്യമാണ്. രണ്ടാമത്തത്, അത്തരം ഒരു ഘട്ടത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളോ അവർ ചെയ്യുന്ന പ്രവൃത്തികളോ ഒന്നും തെറ്റായതായി പോകരുത്, നേരായ വഴിയിലാകണം. അതാണ് അവർക്ക് പടച്ചവരോട് പ്രാർത്ഥിക്കാനുള്ളത്. ഒരു ഷാമിലായ ദുആ എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ദുആ, നമ്മളും നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് സത്യത്തിൽ ഇത്. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിന റഷദ. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ, ഞങ്ങളുടെ റബ്ബേ നിന്നിൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണമേ, റഹ്മത്ത് നൽകണമേ. വഹയ്യി ലനാ മിൻ അംരിന റഷദ, ഞങ്ങളുടെ കാര്യത്തിൽ നീ നേരായ വഴി ഒരുക്കി തരികയും ചെയ്യണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അവൻ്റെ പ്രത്യേകമായ കാരുണ്യം നമ്മൾക്ക് നൽകുകയും വഴിതെറ്റാതെ നേരായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.